ഹായ് എവരി വൺ, AKR PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു പ്രിലിംസ് എക്സാമിൻ്റെ ഭാഗമായിട്ട് PSCയുടെ പുതിയ പാറ്റേണുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ക്യാനിംഗ് പ്രൂഫുമായി ബന്ധപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചത് ക്യാനിംഗ് പ്രൂഫ് അല്ല. ആ പ്രസ്താവന തെറ്റാണ്. ബാക്കി 3 ക്യാനിംഗ് പ്രൂഫുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരുന്നു. ഈ 3 പ്രസ്താവനയും ശരിയായ പ്രസ്താവനകളാണ്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ബി 1, 3 തെറ്റായ പ്രസ്താവനകൾ. 1936 മാവോ സെ തുങ് ലോങ് മാർച്ച് നടത്തിയെന്ന പ്രസ്താവന തെറ്റാണ്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ്. 3ാമത്തെ തെറ്റാണ്. 1927 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു എന്നതും തെറ്റായ പ്രസ്താവനകളാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2ാമത്തെ മാത്രമാണ് തെറ്റായ ജോഡി. ബക്സർ യുദ്ധം മിർജാഫറും ക്ലൈവും തമ്മിലല്ലായിരുന്നു. തെറ്റായ ജോഡിയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താംകോയിൽ വിളയിലാണ് അദ്ദേഹം ജനിച്ചത്. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ പ്രധാന പ്രസിദ്ധീകരണങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണം പിതാവിന്റെ വഴി എന്നറിയപ്പെട്ടു. ഇതാണ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. കോവിഡിനുള്ള പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏത്? ഭാരത് ബയോടെക്. കോവിഡിനുള്ള പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഭാരത് ബയോടെക്. ധരാതല ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ്. ധരാതല ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് കാറ്റ്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് കാറ്റ്. 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം 12 മണിക്കൂർ 25 മിനിറ്റ്. 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം 12 മണിക്കൂർ 25 മിനിറ്റ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. മാർബിൾ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. മാർബിൾ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില. ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹമേത്? ഒയാഷിയോ. ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്രജല പ്രവാഹമാണ് ഒയാഷിയോ. താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 1, 2 പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച, സ്വാശ്രയത്വം. ഇത് 2 ശരിയായത്. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 2, 3 ശരിയായത്. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു. ഉയർന്ന ഉൽപാദനം കമ്പോള മിച്ചത്തിന് ഇടയാക്കി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിന്റെയും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കാർഷിക രംഗത്ത് ഉണ്ടായി. ഇത് 3 ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏത്? ഉയർന്ന ജനസംഖ്യാ നിരക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത്
ഉയർന്ന ജനസംഖ്യാ നിരക്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അവസാദശിലയ്ക്ക് ഉദാഹരണം ഏത്? ചുണ്ണാമ്പ് കല്ല്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അവസാദശിലയ്ക്ക് ഉദാഹരണം ചുണ്ണാമ്പ് കല്ല്. ഒരു പ്രധാന റാബി വിളയാണ് പുകയില. ഒരു പ്രധാന റാബി വിളയാണ് പുകയില. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഗീത ഗോപിനാഥ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഗീത ഗോപിനാഥ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് താഴെ പറയുന്നവയിൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് താഴെ പറയുന്നതിൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 15-ാം വകുപ്പ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് 15-ാം വകുപ്പ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? സോഷ്യലിസ്റ്റ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് സോഷ്യലിസ്റ്റ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏത്? സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമസംഹിത രൂപീകരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമസംഹിത രൂപീകരിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? സ്റ്റേറ്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ്. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതി. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതി നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്? കേശവാനന്ദ ഭാരതി കേസ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതി നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്? കേശവാനന്ദ ഭാരതി കേസ്. ലോക്സഭയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഉചിതമായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. കേരള സർക്കാർ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസമാണ്. ഏതാണ് പദ്ധതി? സ്നേഹസ്പർശം. കേരള സർക്കാർ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസമാണ്. ഏതാണ് പദ്ധതി? സ്നേഹസ്പർശം. സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറൽ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. 2005 പാർലമെന്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയത്. കൈറ്റിന്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റിന്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ.
താഴെ കൊടുത്തിരിക്കുന്നതിൽ മനുഷ്യന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3, 4 ശരിയായത്. കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം ചെറുകുടലിൽ വച്ച് കൊഴുപ്പിനെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റെനിൻ പാൽമാംസ്യമായ കസീനെ പാരാകസീനാക്കി മാറ്റുന്നു. ആഗ്നേയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിസൈഡ് എന്നീ രാസാഗ്നികൾ പ്രോട്ടീനുകളെ പ്രോട്ടിയോസാക്കി മാറ്റുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി 1, 3, 4 തയാമിൻ, റെറ്റിനോൾ, നിയാസിൻ. ഇത് 3 ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ. അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും? കടൽക്കാക്കകൾ. അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഏത് ജീവിയിലായിരിക്കും? കടൽക്കാക്കകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 2, 3 മലേറിയ, അമീബിയോസിസ്. കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ചില ആരോഗ്യ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 1, 4 ശരിയായത്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പോളിയോ, പാർക്കിൻസൺസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡി പോളിയോ, പാർക്കിൻസൺസ്. 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സിയും കാരണമാകുന്നു. ആന്തരിക പ്രതിഫലനം, അപവർത്തനം, പ്രകീർണനം. ഇത് 3 ശരിയാണ്. ശബ്ദതരംഗത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1, 2, 4 ശരിയാണ്. അനുദൈർഘ്യ തരംഗമാണ്. 1, 3, 4 അനുദൈർഘ്യ തരംഗമാണ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ശബ്ദതരംഗത്തിന്റെ പ്രത്യേകത 1, 3, 4 അനുദൈർഘ്യ തരംഗമാണ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ച തീയതി? 2013 നവംബർ 5. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ച തീയതി 2013 നവംബർ 5. ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം ഏത്? നൈട്രജൻ. ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം നൈട്രജൻ. ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയുള്ളത്? 4 ഡിഗ്രി സെൽഷ്യസ്. ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയുള്ളത്? 4 ഡിഗ്രി സെൽഷ്യസ്. വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹം ഏത്? സിർക്കോണിയം. വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹമാണ് സിർക്കോണിയം. ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേയൊരു മൂലകം ഏത്? നിഹോണിയം. ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേയൊരു മൂലകം നിഹോണിയം. അള്ളാ പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? OV വിജയൻ. അള്ളാ പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? OV വിജയൻ.
ചുവടെ നൽകുന്ന പ്രസ്താവനകളിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 2ഉം 3ഉമാണ്. കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു. സാധന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തു. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ കായിക ഇനം ഏത്? ജാവലിൻ ത്രോ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ കായിക ഇനം ജാവലിൻ ത്രോ. സോപാന സംഗീതജ്ഞനായിരുന്ന ഞെരളത്ത് രാമപൊതുവാളിന് അനുയോജ്യമായ വസ്തുതകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉമാണ്. സോപാനം എന്ന ആത്മകഥ രചിച്ചു. ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചു. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? പി വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സല. നമ്മൾ ഡിസ്കസ് ചെയ്തത് PSCയുടെ പുതിയ പാറ്റേണിലുള്ള മുൻവർഷ ചോദ്യങ്ങളാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. വരും ക്ലാസ്സുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.